രാം നാരായൺ രാം. ദൈവമായവരിൽ അധികവും പാഠം പഠിച്ചിട്ടുണ്ട്. എല്ലാവരും കരഞ്ഞ് ചീച്ചി ദൈവത്തിൻ്റെ ദിശയിൽ മുന്നോട്ടു പോവുകയാണെന്ന് വിചാരിക്കുന്നു. അവരുടെ പ്രത്യേകത ഗ്രന്ഥങ്ങൾ തന്നെയാണ് അവരുടെ ആശയങ്ങൾ നിർണയിക്കുന്നത്. ദൈവത്തിനായുള്ള വ്യവസായം, സാമൂഹികത, മാപ്പിളപ്പട്ടിണി എന്നിവ ഉണ്ടാകുന്നു. ഇതെല്ലാമാകാതെ സത്യം അങ്ങനെ ഉണ്ടോ? സത്യം എന്തെന്നാൽ അത് ആരും പറയേണ്ടതാണ്. എല്ലാവരും അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകാരം പറയുന്നു. അവർക്കോ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ ദൈവം എന്ന് പറഞ്ഞു തരുന്നത് എനിക്ക് ദൈവം ആകുന്നില്ല. നമ്മുടെ മതം ലോകത്തിൻ്റെ സംഗീതത്തിൽ ചേർന്ന് നിന്നിരിക്കുകയാണെന്ന് അറിയണം. ഒരു കുഞ്ഞ് കരഞ്ഞാൽ അതിൻ്റെ കരിയോടുകൂടി ചുറ്റും ആളുകൾ ഓടിവരുന്നു. എന്തായിരിക്കാം എന്ന് അവർ അറിയുന്നില്ലെങ്കിലും ആ ശബ്ദത്തിൽ എന്തെങ്കിലും ഉള്ളതുപോലെ എല്ലാവരും ആശങ്കപ്പെടുന്നു. ഉയ്യ ഉയ്യ എന്ന ഈ ശബ്ദം എവിടെ നിന്നാണ് പഠിച്ചത്? അത് സ്വാഭാവികമായി തന്നെ ഉച്ചാരണം ചെയ്യുന്നു. അതിൻ്റെ മാതാവ് ഓടിവന്നുകൊണ്ട് കരവേലത്തെ പാടാൻ എങ്ങനെ പരസ്പരം അവസാനിപ്പിക്കാമെന്ന് നോക്കുന്നു. ഈ മന്ത്രം പോലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഉച്ചാരണം തുടരുമ്പോൾ അത് ശബ്ദമായി മാറി അതിൽ എവരും ചേർന്ന് അവർ സ്വയം ഓടുന്നു. അതിൻ്റെ ഉച്ചാരണം തുടരുമ്പോൾ ഗുങ്കും എന്ന ശബ്ദം ആകുന്നു. അത് പുറത്തു പോകുന്നുവെന്ന് തോന്നും. ശബ്ദം എവിടെ നടക്കുന്നുവെന്ന് അറിയാനായി നിങ്ങൾ ഓടിയെത്തണം. പിച്ചുവാരിക്കുന്നതുപോലെ എവിടെയും ചുറ്റിക്കടന്നു പോകും. എല്ലാവരും പറഞ്ഞു തിരക്കും, നീ പിശുക്കു പോയി എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പിശുക്കു അല്ല. നിങ്ങളുടെ ബുദ്ധിയും മനസ്സും നിലനിൽക്കും. എങ്ങനെ ആനയുന്നവന് തൻ്റെ ശരീരത്തിൽ നിന്നു വരുന്ന സുഗന്ധത്തെ തിരയാൻ ചുറ്റുന്നുവോ, നിങ്ങളും അങ്ങനെ മാറും. പിന്നീട് മനസ്സിലാക്കും ആ ശബ്ദം നിങ്ങളുടെ അകത്തുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആരും ഒന്നും പറയാതെ മൗനം കൊണ്ടുച്ച പ്രൗഢിയോടെ ഇരിക്കും. തുടർന്ന് സമാധി, നിർവികൽപ്പ് തുടങ്ങിയ എല്ലാ സാഹചര്യങ്ങളും വരുന്നു. ഈ സമാധിക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങൾ ഈ നിലയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കയറി ഇരുന്നു. ഇപ്പോൾ ഉയർന്നതായി തോന്നും. സമയം നോക്കിയാൽ അറിഞ്ഞേക്കാം 6 മണിക്കൂറുകൾ ആ സ്ഥിതിയിൽ തന്നെ ഇരുന്നു. എവിടെയായിരുന്നു? എന്ത് അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എന്തും ഇല്ല. എന്തും മനസ്സിലായില്ല, എന്തും അറിഞ്ഞില്ല. എന്നാൽ സന്തോഷത്തിലാണ് എന്ന് പറയും. ആ സ്ഥിതിക്ക് എത്തുക എന്നത് തിരികെ പോകുവാനുള്ള ആഗ്രഹം ഇല്ലാതാക്കും. ഈ സ്ഥലം എല്ലാം കലഹങ്ങൾ നിറഞ്ഞതുപോലെ തോന്നും. ഇങ്ങനെ എല്ലാം സമാധാനമുള്ളപ്പോൾ എല്ലാം ശൂന്യമാകുന്നു. സന്തോഷത്തിന് കാരണം ഒന്നുമില്ല. ഫകുൽ ദൈവം മാത്രം. ഫാക്ടോറിയൽ. ഈ ശരീരം മയക്കുമം ഉപയോഗിച്ച് മുറിച്ചു തന്ന പോലുള്ള അനുഭവം. നിങ്ങൾ നിങ്ങളുടെ ശരീരം തന്നെ മുറിച്ചുകൊണ്ട് കാണുകയും അത് വെറുതെ കിടക്കുകയും ചെയ്യുന്നു. ആ ശരീരം നിലകൊള്ളുന്നു, പക്ഷേ നിങ്ങൾ പാടത്ത് ഇരിക്കുന്നു. ആരെങ്കിലും ശരീരം മുറിക്കുകയാണെങ്കിൽ എന്നാൽ നിങ്ങളെ അത് സ്പർശിക്കുകയില്ല. ഞാൻ ഒരു കർഷകനായി കൂടി വിത്തുകൾ തണ്ടുന്നു. എന്നാൽ ധാന്യവിത്തുകൾ അല്ലെങ്കിൽ ഗോതമ്പ് വിത്തുകൾ ഒറ്റയായി ഇടുക്കാറായിരുന്നെങ്കിൽ നാടിനൊറ്റ കുടുംബത്തിന് ഭക്ഷണമില്ല. അതിനാൽ കർഷകൻ നനച്ച മണ്ണിൽ വിത്തുകൾ പെട്ടെന്ന് ഇട്ടുന്നു. ദൂരങ്ങളിൽ ഇരുന്നു ഉഴുതുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ കാണാം എല്ലാം ചുറ്റും കൃഷി തോന്നുന്നു. അതിനാൽ വിത്തുകൾ ഒരൊറ്റയ്ക്ക് പകർന്ന് ഇല്ലാതെ ജ്ഞാനവയെ വെള്ളം പകരുന്നു. ചുറ്റും കാണാം എല്ലാം പാടങ്ങളിൽ വിസ്തൃതമായി വളർന്നു.